കാനാകടുവ സങ്കേതത്തിൻ്റെ എപ്പിസോഡ് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാനാകടുവ സങ്കേതത്തിലെ സഫാരികൾ നമ്മൾ ഒരുപാട് കണ്ടു. ഇനി നമുക്കൊരു ഫോറസ്റ്റ് ട്രെക്കിംഗ് ആവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബഫർ സോണിലുള്ള ഒരു നേച്ചർ വാക്കാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ റിസോർട്ടിൽ നിന്നും ഒരു 10 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ ഈ ട്രെക്കിംഗ് പോയിന്റിലേക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് നമ്മുടെ കൂടെ ഫോറസ്റ്റിൻ്റെ ഒരു ഗൈഡും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ നാച്ചുറലിസ്റ്റിൻ്റെ നോളജ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഈ ട്രെക്കിങ്ങിനാണ് കേട്ടോ. ഈ കാട്ടിലെ ഓരോ മൺതരിയെ പറ്റി പോലും പുള്ളി നമുക്ക് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഈ കാണുന്നത് സ്ലഗ് മോത്തിൻ്റെ കുക്കൂൺസ് ആണ് കേട്ടോ. എല്ലാം വിരിഞ്ഞിറങ്ങിപ്പോയ കുക്കൂൺസ് ആണേ. അതിൻ്റെ ഒരു സൈഡ് ഭയങ്കര സോഫ്റ്റ് ആണ്. ആ സൈഡിൽ കൂടെയാണ് ഇത് പുറത്ത് വരിക വിരിഞ്ഞിട്ട്. എല്ലാം വിരിഞ്ഞിറങ്ങിപ്പോയതല്ല, ചിലതൊക്കെ ബേർഡ്സ് അറ്റാക്ക് ചെയ്തിട്ട് ചത്തുപോയതുണ്ട് കേട്ടോ. വുഡ് ബോറർ എന്ന് പറഞ്ഞിട്ടൊരു വണ്ട് ഉണ്ട് കേട്ടോ. അതിൻ്റെ മാർക്കിങ്സ് ആണ് ഈ കാണുന്നത്. കാണാനൊരു ബട്ടർഫ്ലൈ പോലെ ഉണ്ടല്ലേ. ഇതൊരു ചിലന്തിയുടെ ട്രാപ്പാണ് കേട്ടോ. ഇത് കാണാനൊരു ടെൻറ്റ് പോലെയാണുള്ളത്. ഇത് ഒരു 6 അടിയിലധികമൊക്കെ ഉയരത്തിൽ വരെ പണിയാറുണ്ട് ചിലപ്പോൾ. ഒരു സ്ഥലത്ത് ഇതിലൊരു ബുൾബുൾ പക്ഷി വരെ കുടുങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പുളിയുറുമ്പിൻ്റെ കൂടാണ് കേട്ടോ. അവർ ബാക്കി എല്ലാ സൈഡും ഒട്ടിച്ചിട്ട് ഒരു സൈഡിൽ മാത്രം ചെറിയൊരു ഓപ്പണിംഗ് ഇട്ടു കേട്ടോ. അതാണ് അവരുടെ ഡോറ്. ഇത് കരടി കുഴിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ, ചെതലിനെ തിന്നാനായിട്ട്. കരടി ചെതലിനെ തിന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് ഫ്രണ്ടിലെ 2 ടീത്തും ഇല്ല, അപ്പർ ലിപ്പിന് ലെങ്ത്തും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓക്കം പോലെയാണ് ഇവർ ചെതലിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. കരടിയുടെ ഡയറ്റിലെ ഒരു മെയിൻ ഫുഡാണ് കേട്ടോ ഈ ചെതല്. ഇതൊരു ചെതൽപ്പുറ്റാണ് കേട്ടോ. ഈ ചെതൽപ്പുറ്റ് ചിതലുകൾ ഉണ്ടാക്കുന്നത് ഓരോ മൺതരി എടുത്ത് കൂട്ടി കൊണ്ടുവന്നിട്ടാണ് കേട്ടോ. ഒരു മൺതരി കൊണ്ടുവരും, അതതിൻ്റെ സലൈവ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യും. വീണ്ടും ഒരു മൺതരി കൊണ്ടുവരും. അങ്ങനെയാണ് ഓരോ ചിതലുകളും മണ്ണ് കൊണ്ടുവന്ന് ഈ ചിതൽപ്പുറ്റ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ മുകളിൽ ഒരു ഹോൾ ഉണ്ടാവും. അതൊരു ടണൽ പോലെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. എക്സാക്ട്ലി ഒരു വെന്റിലേഷൻ പോലെ. അതായത് രാത്രി ഇത് കൂൾ എയർ ഉള്ളിലേക്ക് എടുക്കും ഈ ചിതലുകൾ. എന്നിട്ട് ത്രൂ ഔട്ട് ദ ഡേ ഇത് ഹോട്ട് എയറും അതിൻ്റെ അകത്ത് സ്റ്റക്കായിട്ടുള്ള ഗ്യാസസും ഒക്കെ പുറത്ത് കളയും. ഇത് ചിതൽപ്പുറ്റിൻ്റെ ലങ്സ് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ പുറത്ത് കാണുന്ന വലിപ്പത്തിൻ്റെ 2 ഇരട്ടി ഉണ്ടാവും ഇതിൻ്റെ താഴേക്കുള്ള വലിപ്പം. കാലം കഴിയുന്തോറും ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ അതിൻ്റെ വലിപ്പം കൂടി വേറെ ചിതൽപ്പുറ്റുകളുമായിട്ട് അത് ഇൻ്റർ കണക്റ്റഡ് ആവും. അടിയിൽ കൂടുമ്പോൾ തന്നെ മുകളിലേക്ക് ഇതിൻ്റെ വലിപ്പം കൂടി വരും കേട്ടോ. അങ്ങനെ 20 അടിയോളം വരെ വലിപ്പമുള്ള ചിതൽപ്പുറ്റുകൾ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചിതൽപ്പുറ്റിൻ്റെ ഉള്ളിൽ ഒരു റാണി ഉണ്ടാവും കേട്ടോ. ആ റാണി ഏകദേശം ഒരു ദിവസം 28,000 മുട്ടകൾ വരെ ഇടും. അപ്പോൾ ഒരു വർഷം കൊണ്ട് ഇവർ എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഓരോ കാട്ടിലുമുള്ള ചിതൽപ്പുറ്റുകൾ കണ്ടാൽ അറിയാം കേട്ടോ ആ കാടിൻ്റെ ഹെൽത്ത്. കാട് ഹെൽത്തി ആവും തോറും ചിതൽപ്പുറ്റുകളും അവിടെ കൂടും. ഇതാണ് ചീവീട്.
എപ്പോഴും ചെവി കിരികിരിക്കും പോലെ കിരികിരികിരിക ശബ്ദം ഉണ്ടാക്കുന്ന ഇവരിൽ ആൺ ചീവീടുകൾക്ക് മാത്രമേ ശബ്ദമുള്ളൂ. പെൺ ചീവീടുകൾ എപ്പോഴും നിശബ്ദരായിരിക്കും. ഇതാണ് ബഞ്ചാർ റിവർ. ഈ കാന നാഷണൽ പാർക്കിന്റെ കോർ സോണും ബഫർ സോണും തമ്മിലുള്ള ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ റിവറിന്റെ അപ്പുറത്തേക്ക് കോർ സോണാണ്, ഇപ്പുറത്തോട്ട് ബഫർ സോണും. വേനൽക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നുണ്ടെങ്കിലും ഈ കാനയുടെ മെയിൻ വാട്ടർ സോഴ്സ് ആണ് കേട്ടോ ഈ റിവർ. ഈ റിവറിന്റെ അപ്പുറത്തോട്ട് കോർ സോൺ ആയതുകൊണ്ട് ട്രെക്കിങ്ങിന് നമുക്ക് ഇവിടെ വരെ പെർമിഷൻ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം അനിമൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടാറുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഫോറസ്റ്റ് ഗൈഡിന് ഇവിടുന്ന് ഏകദേശം 6 തവണ ടൈഗർ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം കണ്ടപ്പോൾ എന്നാൽ പിന്നെ നമ്മുടെ ടീ ബ്രേക്ക് ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ടീ ബ്രേക്കിനുള്ള സാധനങ്ങളൊക്കെ രാവിലത്തെ പോലെ തന്നെ നമ്മുടെ റിസോർട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇവിടെ ഒരു പൈത്തൻ്റെ ഹാബിറ്റാറ്റ് ഉണ്ട് കേട്ടോ. നമ്മളാളെ കണ്ടു, പക്ഷേ ലൈറ്റ് കുറവായതുകൊണ്ട് ക്യാമറയിലാക്കാൻ പറ്റിയില്ല. ആള് ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്തു. അങ്ങനെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തി ഒരു അരമണിക്കൂറോളം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നൈറ്റ് സഫാരിക്ക് ഇറങ്ങി കേട്ടോ. നൈറ്റ് സഫാരി നമുക്ക് ബഫർ സോണിലാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മളെ കൂടാതെ ഫോറസ്റ്റിൻ്റെ ഒരു ഗൈഡും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. നമ്മൾ വരുന്നതിൻ്റെ തലേദിവസം ഇവിടെ നൈറ്റ് സഫാരിക്ക് 2 ലെപ്പേർഡ് സൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോയെന്നറിയാം. കാട്ടുമുയലാണ് കേട്ടോ ഇത്. നമ്മൾ പോകുന്ന വഴിക്ക് ഇവ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഇവരെ കാണാൻ സാധിച്ചു. ഈ പക്ഷിയുടെ പേര് തിക്നി എന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിനെ വയൽക്കണ്ണൻ എന്ന് വിളിക്കും. ഇവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട് കേട്ടോ. അവിടെ എന്തെങ്കിലും സൈറ്റിങ്സ് ഉണ്ടോയെന്ന് അറിയാൻ വന്നതാണ് നമ്മൾ. കുറച്ച് സ്പോട്ടഡ് ഡിയേഴ്സ് കിടന്നുറങ്ങുന്നുണ്ടെന്നല്ലാതെ വേറെ അനിമൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോരുമ്പോൾ ഒരു മരത്തിൽ അതാ ഇന്ത്യൻ സ്കോപ്പ് സോൾ ഇരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്പീഷീസാണ് കേട്ടോ ഈ മൂങ്ങ വിഭാഗം. അവർ ഭയങ്കര ഫോട്ടോജനിക്കാണ്. നമ്മളവരെ കുറച്ച് നേരം ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ അവർ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കാണിച്ചു തരും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നൈറ്റ് സഫാരി കഴിയാണ് കേട്ടോ. നാളെ നമുക്കൊരു മോർണിംഗ് സഫാരിയും കൂടെ ഉണ്ട്. അത് കാന സോണിലേക്കാണ്.
നമ്മുടെ റിസോർട്ട് മുക്കി ഗേറ്റിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ കാന സോണിലേക്ക് പോകാനും അതിലൂടെ തന്നെയാണ് കേട്ടോ എൻ്റർ ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുക്കി ഗേറ്റിൽ എൻ്റർ ചെയ്തിട്ട് കാന സോണിൽ എത്തുന്നവരെ നമുക്ക് മെയിൻ റോഡിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഉള്ളിൽ എവിടെ ടൈഗർ സൈറ്റിംഗ് ഉണ്ടായാലും എന്തുണ്ടായാലും നമുക്ക് ഡീവിയേഷൻ ഒന്നും എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ കാന സോണിലെ ലാൻഡ്സ്കേപ്പിനെ പറ്റി. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നമ്മുടെ മുക്കി സോണിൽ കൂടുതലും സാൾ ഫോറസ്റ്റ് ആണെങ്കിൽ ഇവിടെ കൂടുതലും ഗ്രാസ് ലാൻഡുകളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കാന സോണിലെ ഫസ്റ്റ് സൈറ്റിങ്സ് ഒരു ഗോൾഡൻ ജാക്കലാണ് കേട്ടോ. പക്ഷെ ആൾ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോയതുകൊണ്ട് നമുക്ക് അധികം ക്ലിപ്സ് ഒന്നും കിട്ടിയില്ല. ദാ നമ്മുടെ സ്ഥിരം കാഴ്ചകളിലൊന്നായ നീർക്കാക്ക അവിടെ ചിറകുണക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗ്രേറ്റർ പെയിന്റഡ് സ്നൈപ്പ് എന്ന ഈ ബേർഡിന്റെ മലയാളത്തിലെ പേര് കാളിക്കാട എന്നാണ് കേട്ടോ. ഇത് ഫീമെയിൽ ആണ് കേട്ടോ. മെയിലിനേക്കാളും ഇതിന്റെ ഫീമെയിലിനാണ് കേട്ടോ ഭംഗി കൂടുതൽ. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും കണ്ടിട്ടുള്ള കോട്ടൺ ടീൽ എന്ന ബേർഡാണ് കേട്ടോ. സെൻട്രൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഡക്കാണിത്. അപ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു അലാം കോൾ കേട്ടത്. നമ്മൾ നോക്കുമ്പോൾ മാനുകളൊക്കെ ഫുൾ അലേർട്ടായി ഒരു സൈഡിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ടൈഗർ സൈറ്റിംഗ് പ്രതീക്ഷിച്ചെങ്കിലും അവർ അലാം കോൾ കൊടുത്തത് ഒരു മംഗൂസിനെ കണ്ടിട്ടായിരുന്നു. ഈ കാണുന്ന ബേർഡാണ് സിനമൺ ബിറ്റേൺ. എന്തോ ഇര പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. ഈ കാന സോണിൽ ഹില്ലി ഏരിയാസും കൂടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്ലോത്ത് ബിയറിൻ്റെ സൈറ്റിങ്സ് കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ ഒരെണ്ണത്തിനെ കണ്ടു, പക്ഷെ നമ്മൾ കണ്ടപ്പോൾ തന്നെ ആള് പുല്ലുകളുടെ ഇടയിലേക്ക് കയറിപ്പോയി. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്ഡ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ദേ അതിൻ്റെ മുകളിലായിട്ടൊരു സർപ്പൻ്റ് ഈഗിൾ ഇരിപ്പുണ്ട് കേട്ടോ. കരടിയെ കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ ഇതിനെ ഫോക്കസ് ചെയ്തു. കുറച്ചങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു മരത്തിൽ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ ഇരിക്കണം കണ്ടു കേട്ടോ. ആള് പക്ഷെ പെട്ടെന്ന് തന്നെ പറന്നുപോയി. ഇവിടെ എത്തിയപ്പോൾ നിർത്താതെയുള്ള ലങ്കൂർസിൻ്റെയും സാമ്പാഡിയസിൻ്റെയും അലാം കോൾസ് കേട്ടിട്ട് നിർത്തിയതാണ് കേട്ടോ. സ്പോട്ടഡ് ഡിയറിനെ പോലെയല്ല, സാമ്പാഡിയസ് എപ്പോഴും പ്രിഡേറ്ററിനെ കണ്ട് കൺഫേം ആക്കിയിട്ടാണ് അലാം കോൾസ് കൊടുക്കുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ വന്നയാൾ അവിടെ തന്നെ കിടപ്പാക്കിയെന്നാണ് തോന്നുന്നത്. നിർത്താണ്ടുള്ള അലാം കോൾസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഹാഫ് ടൈം ആയതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോന്നു. മുക്കി സോൺ പോലെയല്ല കേട്ടോ. ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് ചെറിയൊരു ക്യാൻറ്റീനും ചെറിയൊരു എക്കോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ആർച്ച് ഇവിടെ കൊഴിഞ്ഞു വീണിട്ടുള്ള ബാരാസിംഗുകളുടെ കൊമ്പുകൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. സെൻട്രൽ ഇന്ത്യയിൽ വന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അതാ പീലിയും വിരിച്ചുകൊണ്ട് വന്നു മുന്നിലേക്ക്. എവിടെയാണെങ്കിലും മയില് പീലി വിരിച്ച് നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ആര് കണ്ടാലോ ഒന്ന് നോക്കി നിന്ന് പോവും.
ചതുപ്പ് പ്രദേശങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ബാരാസിംഗകളുടെ പ്രൈമറി ഡയറ്റിലുള്ള മെയിൻ ഐറ്റമാണ് കേട്ടോ അക്വാട്ടിക് പ്ലാന്റ്സ്. ദാ വരുന്ന വഴിക്ക് 2 കാട്ടികൾ നിന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തൊട്ട് മുകളിലായിട്ടൊരു മലബാർ പൈഡ് ഹോൺബില്ലും ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നു, ആള് കുറച്ചു മുന്നേ പറന്നുപോയി. ബാരാസിംഗയെ പറ്റി പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മധ്യപ്രദേശിന്റെ സ്റ്റേറ്റ് ആനിമൽ ആണ് കേട്ടോ ഈ ഹാർഡ് ഗ്രൗണ്ട് ബാരാസിംഗ. ഒരു മച്യൂർ ആയിട്ടുള്ള ബാരാസിംഗയ്ക്ക് അതിൻ്റെ കൊമ്പിൽ 10 മുതൽ 14 വരെ ശിഖരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഹിന്ദിയിൽ 12 ഹോൺഡ് എന്ന മീനിങ് വരുന്ന ബാരാസിംഗ എന്ന പേര് ഈ ആനിമലിന് കിട്ടിയത്. പിന്നെ ഈ കാന കടുവ സങ്കേതത്തിൽ വൈൽഡ് എലിഫൻസ് ഇല്ല കേട്ടോ. ഈ കാണുന്നതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പെട്രോളിങ്ങിന് ഉപയോഗിക്കുന്ന ആനകളാണ്. പോച്ചിങ്ങും കാര്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കാട്ടിലൂടെ പെട്രോളിങ് നടത്തും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് മെയിനായിട്ടും. പിന്നെ കൊറോണ ലോക്ക്ഡൗൺ കാലത്ത് വൈൽഡ് എലിഫൻസ് ഈ കാട്ടിൽ വന്നു പോയതിൻ്റെ ചില സൈൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. Kanha Tiger Reserve എന്നുള്ളത് ഇറ്റ്സ് ക്ലോസ് ടു ടോട്ടൽ ലാൻഡ് ഏരിയ ഇസ് അബൌട്ട് 2000+ സ്ക്വയർ കിലോമീറ്റേഴ്സ്. അതിനകത്ത് ഇറ്റ് വിൽ ഇൻക്ലൂഡ് ദ ബഫർ, ദ കോർ, ഫെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ്. സോ വാട്ട് യു ആർ സീയിങ് ഹിയർ ഓൺ ദ മാപ്പ് ഇസ് ദ ടൂറിസം റോഡ് ഓഫ് Kanha Tiger Reserve. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ദർ ആർ 4 core zones. Singinava is located close to Mukki Gate. 4 core zones ഇതിനകത്ത് there are about 3 gates. But we are very close to Mukki Gate, 14 kilometers away from the Mukki Gate, which is one of the most loved gates of Kanha Tiger Reserve. There are very good high density of tigers, good chances of sighting. And then apart from Mukki, there are 3 other zones, Sari, Kisli and Kanha. For a very good wildlife lover who loves a complete package of Tiger Reserve. So this is, in Kanha you get to see different landscapes. The Mukkilulla landscape, Kanha is a different landscape. So Mukki has got very, so primarily the vegetation, 60% of the vegetation is sal forest. And Mukki has got a higher density of sal compared to the other 3 zones. Kanha is more of grasslands, and Kisli is about more of hills and grass patches. So these 3 are the accessible gates from Singinava. Sari it's little far from here. If you want to go to Sari, again it is a different landscape. And if you want to go to Sari, it is actually a different gate, which is about 60 kilometers from the property. ഈ 2 ബുക്ക് നമ്മുടെ സിംഗിനാവ ജംഗിൾ ലോഡ്ജിൽ നമുക്ക് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. സൗത്ത് ഇന്ത്യയിലെയും സെൻട്രൽ ഇന്ത്യയിലെയും കംപ്ലീറ്റ് വൈൽഡ് ലൈഫ് ഗൈഡ്. ഇതോടുകൂടി നമ്മുടെ കാന സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ വൈൽഡ് ലൈഫ് സൈറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.